എന്താടാ വേലപ്പാ കൊച്ചുമായി വലിയ വർത്താനങ്ങളൊക്കെ പറയണേ. അത് കൊച്ചിലെ ഇങ്ങനെ കാണിക്കുമല്ലോ നമ്മള്. അപ്പൊ ഒരു ശബ്ദം വരും. ഏയ് കിണറ്റിൽ ഇറക്കാനെന്താ ബാളിയും കെടുത്തിട്ടോടാ. ബാളി എന്ന് പറഞ്ഞാൽ തൊട്ടിയാണ്. അത് സംശയം എന്താ? അപ്പൊ ഒരു നിസ്സഹായാവസ്ഥ. എന്ത് പറഞ്ഞാലും അവനെ ഒന്ന് പേടിപ്പിക്കാന്നുള്ളത്. അപ്പൊ എന്തോ ഒരു പൊടാ ഇടിയപ്പ തലയാന്ന് പറഞ്ഞു. അത് അപ്പോഴങ്ങ് ചെയ്തു പോയതോ. ഈ ഉർവശി എന്നുള്ള സോങ് ഇല്ലേ, ടേക്ക് ഇറ്റ് ഈസി ഉർവശി, അത് ആക്ച്വലി മാമിനെ കണ്ട് എഴുതിയതാണോ വൈരമുത്തു സാറ്? നിന്നെ കുറിച്ച് ഒരു പാട്ട് ഞാൻ എഴുതാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറവ മാട് മൂണങ്ങനെ. ഞാൻ പറഞ്ഞ അയ്യേ ആ വാക്ക് ഞാൻ പറയില്ല. കമൽ സാറ് പ്രൊഡ്യൂസർ അതിന്റെ. കമൽ സാറിന്റെ ഫോൺ പോയി, ഉർവശി പാടത്തില്ല എന്ന് പറയുന്ന ആ ലൈൻ. അതില് ടേക്ക് ഇറ്റ് ഈസി അങ്ങനെ. എന്റെ പടം ഒരു പാൻ പഞ്ചായത്ത് സിനിമയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമയല്ല. ചെയ്തത് തെറ്റായി പോയി. പറയൂ. ഇങ്ങനെ പടം കാണിക്കാൻ വേണ്ടി ഒരു ഭീഷണി. കുശുമ്പാണെങ്കിലും കുസൃതിയാണെങ്കിലും കൊഞ്ചലാണെങ്കിലും ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും പ്രണയമാണെങ്കിലും ഇതുപോലെ അനായാസം ചെയ്യാൻ പറ്റുന്ന ഒരു നടി ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് വളരെയധികം സംശയമാണ്. വെറുതെയല്ല കമൽഹാസൻ സാർ ഒരിക്കൽ അഭിനയത്തിന്റെ രാക്ഷസി എന്ന് വിശേഷിപ്പിച്ചത്. Literally she is, and we have the legendary actors Urvashi ma'am and Kailash and Shiva sir. Welcome to the show Lights Camera Talk. മാമിന് എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യമാണ്. അതായത് തലയണ മന്ത്രം സിനിമയിലെ, അതായത് ജയറാമേട്ടൻ അടുക്കളയുടെ ബാക്കിലിരുന്ന് സംസാരിക്കുമ്പോ ചേച്ചി ഈ അരി അടുപ്പത്തേക്ക് ഇട്ടുകൊണ്ട് ജയറാമേട്ടൻ പോകുമ്പോൾ ഒരു നോക്കുന്ന ഒരു നോട്ടമുണ്ട് ജയറാമേട്ടനെ. എനിക്കറിയില്ല അത് സത്യനന്ദിക്കാട് സാർ എങ്ങനെ നോക്കണം എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വേറെ ഒരു നടിക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അയ്യോ അത് എന്തുവാ നോക്കിയെന്നൊന്നും അറിയാൻ വയ്യ. ഇല്ല, ഓർമ്മയില്ല. അല്ല അത് അങ്ങനെ ഓർക്കാനൊക്കെ നമുക്ക് ഇനി കാണുമ്പോ ഞാൻ ശ്രദ്ധിക്കാം. അങ്ങോട്ട് പോകാൻ നേരത്ത് ജയറാമിന്റെ അടുത്ത് ഇത് അത്രയും എനിക്ക് പാർവതിയോട് ഏതാണ്ട് പറയുന്നുണ്ടോ? അതെ, പാർവതിയോട് പറഞ്ഞിട്ട് ജയറാമേട്ടൻ ചോദിക്കാൻ വരുന്നതാ. അപ്പൊ ചേച്ചി ഇച്ചിരി റഫായിട്ട് സംസാരിക്കുക. അപ്പോഴേക്കും അവളെ കൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ നോക്കിയിട്ട് ജയറാമേട്ടൻ പോകുമ്പോൾ നോക്കുന്ന സമയത്ത് ജയറാമേട്ടൻ പോയോന്ന് നോക്കിയിട്ട് അരി ഇടുന്ന സീൻ. എന്തുവാണോ എന്തോ ഞാൻ നോട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയാ നോക്കിയെന്ന് എനിക്ക് മനസ്സിലാവും. സത്യനന്ദിക്കാട് സാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ചേച്ചി അങ്ങനെ നോക്കും എന്നുള്ളത്. നമ്മളോട് ഫ്രീ ആണ് നോക്കുന്ന പോലെ നോക്കും, അങ്ങനെ പറഞ്ഞു തരും. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചല്ലോ അവനെ. അത് ഇത്രയും നല്ലൊരു ശ്രദ്ധാലുവായിട്ടുള്ളൊരു പ്രേക്ഷകല്ലേ. അതൊരു ഗദ്ദാഫിയുടെ ഒരു എന്താ പറയുക, സാധാരണ ഒരു RJ അങ്ങനെ ചെയ്യുമോ നമ്മൾ വോയിസുകളൊക്കെ അല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇത് നല്ല സഹൃദയനായ ഒരു പ്രേക്ഷകനാണ് കേട്ടോ, സമ്മതിച്ചു ഗദ്ദാഫി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാൻ വയ്യ, ഇനി അത് ഞാൻ നോക്കണം. കാരണം ആ സീൻ പറഞ്ഞിരുന്ന ആ ഡയറക്ടറുടെ വിശ്വാസമാണ്. സത്യം പറഞ്ഞു ഇങ്ങനെ അതിട്ട് നോക്കിയോണേ, ചേരാൻ അങ്ങോട്ട് പോകുമ്പോ നോക്കിയേക്കണേ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതിന്റെ വ്യത്യസ്തത എന്താന്ന് ഇനി ഞാൻ നോക്കിയിട്ട് ഞാൻ കാണും. ചോദ്യത്തിനും ഗദ്ദാഫിക്ക് നല്ല വ്യത്യസ്തത. കാരണം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, ആങ്കേഴ്സ് വന്നിരുന്ന് ചോദിക്കുന്നത് ഉർവശിയുടെ ഓണത്തിന്റെ ഓർമ്മകൾ, ഉർവശിയുടെ എന്ന് വെച്ചാൽ ഇങ്ങനെ. ഈ മാത്രമല്ല കമൽഹാസനുമായിട്ട് അഭിനയിച്ചപ്പോൾ എന്തു തോന്നി, പല പല ചോദ്യങ്ങളും. ഇത് ചോദിക്കുന്നത് തെറ്റല്ല. ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉർവശിയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് വിരസത തുടങ്ങി. അതുകൊണ്ടാണ് പല ഇന്റർവ്യൂകളും നമ്മൾ കൊടുക്കാത്ത. ഒരു 20 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ജനങ്ങൾ ഉർവശി കണ്ട 28ാമത്തെ ഓണം 30ാമത്തെ ഓണം അല്ലാതെ ഇതിനകത്ത് എന്തോ പ്രത്യേകത. അപ്പം അതൊക്കെ പോയി. നിങ്ങളെപ്പോലുള്ള ഇങ്ങനെ എന്താ പറയുക ക്രിയേറ്റീവായിട്ട് റെഫറൻസിന് എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നന്നായിട്ടുണ്ട് കേട്ടോ. പ്രൊഡ്യൂസർ കേട്ടല്ലോ അല്ലേ? ഓക്കെ സാർ. മാം എപ്പോഴൊക്കെ ഈ കുശുമ്പുള്ള കുസൃതിയുള്ള കൊഞ്ചലുള്ള കഥാപാത്രങ്ങളൊക്കെ മാം അഭിനയിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അമുക്കാൻ തോന്നാറുണ്ട് എപ്പോഴും. ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലേ അങ്ങനത്തെ ഒരു ഉർവശിനെ നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെയുള്ള ഒരു ഉർവശിയായിരിക്കും പിന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുക? ഇത് ഉള്ളൊഴുക്കിന് ശേഷം നമ്മൾക്ക് പലരും ഇപ്പം ഗദ്ദാഫി ചോദിച്ച പോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഇതുപോലത്തെ ഭയങ്കര സീരിയസ് ടൈപ്പ് റോൾസ് ഒക്കെ ചെയ്യത്തുള്ളൂ ഇനിയിപ്പം. അല്ല ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങോട്ട് കുറച്ച് ഇനി സീരിയസ് റോൾസ് മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ അല്ല. കാരണം ആ സിനിമ വഴി ഞാൻ ചെയ്ത ഈ സിനിമയാണ്. അതൊരിക്കലും നമുക്ക് അത്രയും എന്താ ഇപ്പൊ ഗദ്ദാഫിയുടെ നേരത്തെ ഉള്ള ചോദ്യത്തിലേക്ക് തന്നെ വരാം. വളരെ സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നൊരു സ്ത്രീ, നല്ല എന്താ പറയുക, നല്ല തൻ്റെ ഇടവും നല്ല സ്വന്തമായിട്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ. പിന്നെ ഡയറക്ടർ എന്നുള്ള മുറയ്ക്ക് ഞാൻ ചെയ്യുകയും ചെയ്ത് 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുള്ളൂ. പടത്തിന്റെ പേരും അതാ. അതെ. അപ്പൊ മേപ്പോട്ട് പഠിച്ച് അല്ലേ
7ാം ക്ലാസ് വരെ മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലൊക്കെ തന്നെ എല്ലാ തലത്തിലും ആ 7ാം ക്ലാസ്സുകാരി ഒരു പഞ്ചായത്തിൽ, എൻ്റെ പടം ഒരു പാൻ പഞ്ചായത്ത് സിനിമയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമയല്ല, അല്ലല്ല, ഞാൻ ഏതോ ഒരു ഇടത്ത് പറയുകയും ചെയ്തു, നമ്മൾ കൂട്ടിയാൽ കൂടണ്ടേ. പാൻ പഞ്ചായത്ത് വെച്ചാൽ നമ്മളെല്ലാം പഞ്ചായത്തിൽ ജീവിച്ചു വളർന്നവരാണ്. പക്ഷെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് പറഞ്ഞാണ്, അവൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു. ഞാൻ യാത്രാപ്രിയനൊന്നുമല്ല. ഇവള് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ കേരളത്തിലെ കണക്ക് ഈ പഞ്ചായത്തുകൾ, വില്ലേജ്, ഇതൊക്കെ വലിയ സ്ട്രോങ് ആണ് ഇവിടെ. നമ്മുടെ രാഷ്ട്രീയം തുടങ്ങുന്നതും നമ്മളുടെ അപ്പം എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല. ഇന്ത്യയിലെ ലോകത്ത് മൊത്തം അവള് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇന്ത്യയിലെ കാര്യം അവള് പറയാറുണ്ട്. പഞ്ചായത്തൊക്കെ തമിഴ്നാട്ടിൽ, നോർത്ത് ഇന്ത്യയിൽ മറ്റു പേരുകൾ പറയുമായിരിക്കും. പഞ്ചായത്ത് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ ഇത്രയും സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞല്ലോ, പഞ്ചായത്തിൽ നടക്കുന്ന പ്രവർത്തികൾ, നമ്മുടെ ജനകീയ ആസൂത്രണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പല. അതിപ്പം നമ്മൾ രാഷ്ട്രീയം പറയുമല്ലോ, ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പിന്നെ പഞ്ചായത്തുകളിൽ, ഇത് പുറത്തുള്ള പഞ്ചായത്തുകളിൽ അതില്ല കേരളത്തിലെ കണക്ക്. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി, ഞാൻ പഞ്ചായത്തിൽ ജനിച്ചു വളർന്നവനാണ്. എല്ലാത്തരം ആൾക്കാരും ഉണ്ട് പഞ്ചായത്ത്. നമ്മൾ പറയും ഗ്രാമത്തിൻ്റെ പിന്നെ ഇങ്ങനെ ഗ്രാമം കാണിക്കുമ്പം 4 കുരുവികൾ വെറുതെ ഒച്ച വെച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെ. ഇതൊന്നും അല്ല. ഗ്രാമം മറ്റേ എല്ലാം ഒന്ന് തന്നെ. പ്രകൃതിക്ക് ബാക്കി മനുഷ്യർക്ക് എല്ലാവിധ ഗ്രാമത്തിലുള്ള ഗ്രാമ സൗന്ദര്യമാണ്. ഗ്രാമത്തിലെ മനുഷ്യർ മൊത്തവും നിഷ്കളങ്കരാണ്. ഇത്രയും അതിരുമാന്തൽ ഗ്രാമത്തിലല്ലാതെ വേറെ നടക്കുന്നില്ല. ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഗ്രാമമെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കഥ പറയുന്നത്. ജഗദമ്മ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ജഗദമ്മ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ 150 രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് വന്ന അഭിപ്രായം പറയണം. ഓക്കെ, അത്രേ ഉള്ളൂ. കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു തന്നു. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റോള് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ലൈവായിട്ടൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഗദ്ദാഫി നേരത്തെ പറഞ്ഞില്ലേ, കുസൃതി, കുശുമ്പ്, അതിന്റെ കൂടുതൽ ഇതിനകത്ത് കൊഞ്ഞനം കുത്തലും കൂടിയുണ്ട്. ജഗദമ്മയുടെ വക ഒരു കൊഞ്ഞനം അല്ലേ? അത് പടത്തിൽ നമ്മള് വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് എനിക്ക് വലിയൊരു അനുഭവം. ഈ ഒരു സാധനം ചെയ്തപ്പോൾ 35 വർഷം ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരു ചേച്ചി ഇത് പറഞ്ഞാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ഇത്രയും കാലം ഡബ് ചെയ്തിട്ട് ഈ ഒരു സാധനം എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന്. കുറേ കൊഞ്ഞനം ഒരു സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 35 വർഷം തന്നെ ഞാൻ ഉർവശിയുടെ പടത്തിലാണ് കൊഞ്ഞനം ഡബ് ചെയ്തെന്ന്. അല്ല, ചേച്ചി ഡബ് ചെയ്തു, വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് കുറെ കൊഞ്ഞനം കുത്തൽ കാണിക്കോ ചേച്ചി? അത് കൊച്ചിലെ ഇങ്ങനെ കാണിക്കുമല്ലോ നമ്മള്. അപ്പൊ ഒരു ശബ്ദം വരും. ഇത് കൊച്ചിലെ നമ്മൾ ഇപ്പോഴപ്പോ കുറച്ച് സ്റ്റൈലൈസ്ഡ് ആവും നമ്മള്. ഇപ്പൊ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കൊച്ചിലെ അന്ന് ഓർമ്മയില്ല. അന്ന് ഈ ഏറ്റവും വലിയ 3 വലിയ തെറികളാണ്: പട്ടി, തെണ്ടി, ചവമ. സ്കൂളുകളിലൊക്കെ ഇവർ കുട്ടികൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഹാവരത, ഭയങ്കര. എന്നെ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹെഡ് മാസ്റ്റർ അടിയൊക്കെ കൊടുക്കും. അപ്പൊ ഇത് 3 പറയാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് പ്രയോഗം. ഇതിനാ നമ്മൾ ആ പഴവടി പറഞ്ഞ ഉത്തരം വിട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് പറഞ്ഞു. അത് ഡബ് ചെയ്യുമ്പോ നല്ല രസമാണ്. ഇതിനകത്ത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമല്ലേ നമ്മൾ അത് ഡബ് ചെയ്യുന്നത്. അങ്ങനെ അത് സസ്പെൻസ് ആട്ടോ, പാടം കാണുക മനസ്സിലാവും. ഇതിപ്പോ ഈ കാഞ്ചനയൊക്കെ എന്റെ ലൈഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ബന്ധുക്കളിലും അതുപോലെ ചില അപ്പുറത്തെ വീട്ടിലൊക്കെ കാഞ്ചന എന്ന് പറഞ്ഞൊരു അതുപോലത്തെ ചേച്ചിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കുടുംബശ്രീ ചേച്ചിമാർ നമ്മളെ നാട്ടിൻ പുറത്ത് വരുന്ന സമയത്ത് അവർ കൂടുതലും നമ്മളിപ്പോ ചുമ്മാ തമാശക്ക് പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ തലേ ദിവസത്തെ വീട്ടിൽ നടന്ന കാര്യം, അപ്പുറത്തെ വീട്ടിലെ കാര്യമൊക്കെ ആയിരിക്കും സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. എങ്ങനെയാ ഇതിലെ ഉർവശിയുടെ കഥാപാത്രം, അതായത് എങ്ങനെയായിരിക്കും? അതുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞ, എന്തുകൊണ്ട് നമ്മൾ 7ാം ക്ലാസ് ബി, എൽ ജഗദമ്മ മാത്രമല്ല 7ാം ക്ലാസ് ബി എന്നിട്ടിരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസത്തിനെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെ ആയിരിക്കണമല്ലോ. 7ാം ക്ലാസ് ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയതിനെ ആഘോഷിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അവരുടെ ജീവിതം മാറി മറിഞ്ഞ് എങ്ങനെ പോകുന്നു, അവര് പിന്നെ എങ്ങോട്ടെത്തുന്നു. അപ്പൊ അവര് നമ്മളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ ജീവിച്ച് വളർന്ന് അവിടെ പോയി എത്തുന്ന ഒരു സംഗതിയുണ്ട്. മാർഗം എന്തായാലും സാരമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഒരു ലക്ഷ്യത്തിലോട്ട് കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് പഠിക്കാൻ ഇഷ്ടമുള്ളൊരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ പ്രതീക്ഷിതമായിട്ട് വന്നെത്തുന്ന ഒരു മധ്യവയസ്സിൽ
ഒരു സംഗതിയിലേക്ക് എത്തുന്നതാണ് സസ്പെൻസ്. 7ാം ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിനാ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന്. നമ്മൾ 7ാം ക്ലാസ്സിൽ എന്ത് സ്റ്റേറ്റ് ഫസ്റ്റ്? സാധാരണ 10ാം ക്ലാസ് ഉണ്ട്, പ്ലസ് 2 ഉണ്ട്, ഇതൊക്കെ. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും എന്തോ ഇങ്ങനെ സ്റ്റേറ്റ് ഫസ്റ്റ്? ഒന്നുമില്ല, തിയേറ്ററിൽ നിങ്ങളെ അടിക്കത്തൊന്നുമില്ല, കാശ് കൊടുക്കുക, പോയി കാണുക, കണ്ടിട്ട് എൻ്റെ എന്താണ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് എന്നോട് പറഞ്ഞു തരിക. ചെയ്തത് തെറ്റായി പോയി പറയൂ. പടം കാണിക്കാൻ വേണ്ടി ഒരു ഭീഷണി. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം പറയാം. അല്ല കൗതുകം വേറൊന്നുമല്ല. നമ്മൾ പറയുന്ന ഇതേ ഉള്ളൂ. നമ്മളെ കുറിച്ച് ഒരാൾ പറയിപ്പിക്കണമെന്ന് പറയും, അവര് പറഞ്ഞില്ലേ നമ്മൾ തന്നെ പറയണ്ടേ. ഇപ്പൊ ഞാൻ സുന്ദരനാണ്, അപ്പൊ നിങ്ങളൊക്കെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സുന്ദരാന്നൊന്ന് വിളിക്കണ്ടേ? അതെ, അതാ ഞാൻ പറയുള്ളൂ. അതെ. ഈ ജഗദമ്മയുടെ കഥ പറയുമ്പോഴേ മാമിന്റെ ഒരു പൊട്ടൻഷ്യലെ പറ്റി ഇവിടെ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ ഈ ജഗദമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉർവശി പോലുള്ള ഒരു നടി ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ല അതിനൊക്കെ അത് നമ്മൾ പ്രേക്ഷകർക്ക് പറയേണ്ടത്. ഉർവശി ചെയ്യും. ഇപ്പം ഞങ്ങളിത് പറഞ്ഞില്ലേ 10 വർഷം മുമ്പേ ആലോചിച്ചാലും, ഉർവശി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അഭിനയിക്കാൻ എഴുതിയ കഥയല്ല. ഓക്കെ. അത് ഉർവശി അത് അഭിനയിപ്പിച്ചു. നമ്മൾ പറഞ്ഞില്ല, ഞാൻ ആർക്കും വേണ്ടി കഥ എഴുതിയില്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഉർവശി എന്നോ ശിവപ്രസാദ് ആരും. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലേ സ്ത്രീപക്ഷ സിനിമയെന്നോ സ്ത്രീ പുരുഷപക്ഷം ഒന്നുമില്ല, എല്ലാം ഒന്നല്ലേ, അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ജഗദമ്മ എന്ന് പറയുന്ന ഈ വേഷം നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ പ്രയത്നിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയതാണ്. പല കാര്യങ്ങളും പഞ്ചായത്തിനെ കുറിച്ച് ഉർവശിക്ക് അറിയത്തില്ല. അതെ, ചിലപ്പോൾ അറിയണ്ടാവില്ല. എങ്ങനെ മദ്രാസിൽ പോയി ജനിച്ചു വളർന്ന കുട്ടിക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അല്ല എന്നാലും ആ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറങ്ങളിൽ അവിടെ പണ്ട് നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളത് നാട്ടാമ്മ, കൂട്ടം. അല്ല കേരളത്തിലെ തൊഴിലുറപ്പ് സ്ത്രീകളെ ചേച്ചി കണ്ടിട്ടുണ്ട് എപ്പോഴും? അത് പിന്നെ എന്റെ വീട്ടിലൊക്കെ പോലെ എന്നെ കാണാൻ എത്ര പേരാ വരുന്നത്, അതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. എന്റെ വീട്ടില് അവള് ഞാനും കൂടെ ചെല്ലുമ്പോ കാണാൻ വരുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കാരാണ്. പക്ഷെ എനിക്ക് ഒരൊറ്റ അഭിപ്രായമുണ്ട്, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ കളിയാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തൊഴിലിരിപ്പ് എന്നൊക്കെ പറയുന്നു. ഒരു കാര്യം തൊഴിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ ഈ സ്ത്രീകൾക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കൂട്ടായ്മ, എപ്പോഴും വീട്ടിൽ ചോറ് വെക്കുക പാത്രം കഴുകുക, ചോറ് വെക്കുക പാത്രം, ഇതിനേക്കാളും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളും പല സ്ത്രീകൾക്കും എനിക്കറിയാം, എൻ്റെ അറിവിലറിയാം, ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് മരുന്നും വേണ്ട ഗുളികയും വേണ്ട. അതെ, ചിലപ്പോൾ ആ ഒരു കൂട്ടായ്മ. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, നല്ല സമ്പന്നനാ, അദ്ദേഹം പറഞ്ഞതാ, എടാ ഈ വീട്ടിൽ ഒരു വഴക്കുമില്ലെന്ന്, വൈകിട്ട് പെണ്ണുമ്പോൾ മറ്റേ കണക്കെഴുതുന്നു, മറിച്ച കണക്കെഴുതുന്നു, ഇയാൾ ഓഡീസന്നാ. ഇനി തൊഴിലുറപ്പ് പദ്ധതി എന്നാന്ന് വേണമെങ്കിൽ അയാൾ ഒരു 120 ദിവസത്തെ കണ്ട് പണിയാ, ചിലപ്പോൾ 120 കൂടെ അയാൾ മേടിച്ചു കൊടുക്കും, വീട്ടിൽ സ്വസ്ഥം, വൈകിട്ട് ഒരു ബുക്കൊക്കെ എഴുതി. ഇവരാണ് അതിന്റെ എന്തുവാ മേറ്റ്. ഈ സ്ത്രീകളുടെ കണക്കൊക്കെ എഴുതണം. എന്നിട്ട് അതൊക്കെ വലിയ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് ചെന്നിരുന്നൊരു 10 മിനിറ്റും കൂടെ ഒന്ന് ഇരുന്ന് കൊടുക്കണം. ഈ പ്രവൃത്തി അവർ ഹിമാലയം കയറി എൻ്റെ കഥ കേൾക്കാൻ ഞാൻ സ്വസ്ഥം. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മുടെ കേരളത്തിൽ കുറേ സ്ത്രീകൾക്ക് വന്നിട്ട് അവരുടേതായിട്ടുള്ള എന്തല്ല ഇത് വലിയ വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്സിന്റെ ആരോഗ്യവും ഒക്കെ ഉണ്ട്. പങ്കുവെക്കുകയല്ല എല്ലാം, അതായത് തൊഴിലാണെങ്കിലും തമിഴ്നാട്ടിലുണ്ട് കേട്ടോ, തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരു ചർച്ചയാവുക, അതൊക്കെ ആവുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങും. ഇവിടെ അതൊക്കെ ജനകീയമാവുന്നു, അതാണ് വ്യത്യസ്തത. അതുകൊണ്ടാണ് തമിഴ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഇല്ല, ഇത് മലയാളത്തിൽ തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് തീരുമാനിക്കാം. ഓക്കെ. ഇതിപ്പോ വിനീത് ശ്രീനിവാസൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടേ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഉർവശി ചേച്ചിയുടെ ഫ്രണ്ടിലിരുന്ന് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുക എന്നുള്ളത്. ഈ രണ്ടും എങ്ങനെയാ നോക്കിക്കാണുന്നത്? അത് വേറെ സ്റ്റൈല് ചേച്ചിയുടെ. അയ്യോ, ഞാൻ കേട്ടിട്ടുണ്ടോ ചേച്ചി ചിലപ്പോ ഓൺ ദ സ്പോട്ട് ഒക്കെ ആയിരിക്കും ചില സാധനങ്ങൾ. ഞങ്ങള് വിനീതേട്ടന്റെ സിനിമയിൽ ഒബ്വിയസ്ലി നമ്മളത് അതിലൊരു തമിഴൻ ക്യാരക്ടറാണ്. അപ്പം വിനീതേട്ടന് ഒബ്വിയസ്ലി അതൊരു ആ ഒരു രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്തു. പിന്നെ അത് ഡബ്ബിങ്ങിലും നമ്മൾ കുറച്ച് തമിഴൊക്കെ കുറച്ച് ശരിയാക്കി എടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഇതിൽ വരുമ്പോൾ ഇതിൽ ഒന്നാമത് ഞങ്ങൾ തിരുവനന്തപുരം ഭാഷയാണ് സംസാരിക്കുന്നത് അതിനകത്ത്. അതായത് പാറത്തുരുത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ
ആ പഞ്ചായത്ത് തിരുവനന്തപുരത്താണ്. അപ്പൊ നമ്മൾ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ ആദ്യം ഒരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ചേച്ചി എന്നോട് ചോദിച്ചു, മോനെ മക്കളെ നീ തിരുവനന്തപുരം ഭാഷ ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് സംസാരിക്കാം, നമ്മൾ തമിഴ് സംസാരിക്കുന്നത് പലതും സംസാരിക്കുന്നില്ല, നമുക്ക് ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചേച്ചി അത് പറഞ്ഞു തരുന്ന രീതി ഉണ്ടല്ലോ നമുക്ക്, അതായത് ഇപ്പൊ ശിവേട്ടൻ എഴുതിയിരിക്കുന്ന സംഭാഷണങ്ങൾ ചേച്ചി ആ സീൻ വായിച്ചിട്ട് ചേച്ചി എന്റെ ക്യാരക്ടർ പറയുന്ന, അതായത് ജേതമ്മക്കയുടെ കൂടെ എപ്പോഴും വാല് പോലെ കൂടെ നിൽക്കുന്ന ആളാണ് അൻവർ. അപ്പൊ എല്ലാ സീനിലും ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. അപ്പൊ ചേച്ചി സംഭാഷണങ്ങൾ വായിക്കുമ്പോൾ എന്റെ സംഭാഷണം കൂടി ചേച്ചി അതുപോലെ വായിച്ചു തരും. പിന്നെ എനിക്ക് എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഒരു 10-42 ദിവസം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതാണ് സത്യം. ചേച്ചി എങ്ങനെയാ സ്ലാങ്ങിൽ ഒന്ന് സംസാരിക്കുക? ഒന്ന് ഗദ്ദാഫി ഇനി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് ജില്ലക്കാര് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എനിക്ക് നല്ലവണ്ണം അറിയാം യഥാർത്ഥ തിരുവനന്തപുരത്തുകാരെ, വളരെ നല്ല മനസ്ഥിതിയും. നമ്മൾ അവരെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോയി ചെന്ന് ഒരു വഴി ചോദിച്ചാൽ ഇപ്പുറത്ത് താമസിക്കുന്നവരെ കാണുന്നില്ല, അവരെവിടെ പോയതാണെന്നൊന്നും ഒരു ഇൻഫർമേഷൻ അതിനുവേണ്ടി പോയാൽ പോലും ആ കൈ കഴുകിയിട്ട് വന്ന് നമ്മുടെ ഒപ്പം വന്ന് നമ്മളെ സഹായിക്കുന്ന മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. അത് പലപ്പോഴും കളിയാക്കപ്പെടുന്ന ഈ മറ്റ് ജില്ലക്കാര് അവിടെ വന്ന് താമസിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുകാരെ കളിയാക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ തൊട്ടടുത്ത് എന്റെ അച്ഛൻ കൊല്ലം ജില്ലയാ, ഞാനും കൊല്ലം ജില്ല തന്നെ ആവണമല്ലോ. അമ്മ തിരുവനന്തപുരം ജില്ലയാ. പക്ഷേ തിരുവനന്തപുരം ശൈലി അച്ഛൻ കളിയാക്കും, കൊച്ചിലെ തമാശയ്ക്ക് കളിയാക്കും, എന്തെങ്കിലും ആരെങ്കിലും പറയുവാണെങ്കിൽ. ഞങ്ങൾക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ലാങ് അറിയാതെ അതിലേക്ക് പോകും, എന്റെ ബാല്യം അവിടെ ആയിരുന്നുകൊണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് സിനിമയിലും അതിലും ഇതിലും ഒക്കെ ഈ ശൈലികളെ കളിയാക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല മോശം യഥാർത്ഥത്തിൽ കേൾക്കുന്നത് തിരുവനന്തപുരം അല്ല, കുറെ എക്സാജറേഷൻ ആയിരിക്കും. പിന്നെ തിരുവനന്തപുരം സ്ലാങ് കേൾക്കണം, അവരുടെ സംസാരം കേൾക്കണം, വേറൊന്നും വേണ്ട. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇവളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോ ഒരു അമ്മുമ്മ 90 വയസ്സുണ്ടല്ലേ, 99 വയസ്സുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ കൊച്ചിന് എന്തോന്നാ കൊടുത്ത, ഇത്തിപ്പോലും പഞ്ചാര എടുത്തു കൊടുക്കാൻ. ഒന്നും അവിടെ ഇത്തിപ്പോലും പഞ്ചാര. കാരണം വണ്ടി ഓടിച്ച് വന്നിട്ട് ലാസ്റ്റ് ബാഗ് എടുത്തോണ്ടെന്ന് വെച്ചപ്പോ അപ്പൂപ്പന്റെ അമ്മയാട്ടോ, അപ്പൂപ്പന്റെ അമ്മ. അപ്പൂപ്പന് 80 വയസ്സുള്ളപ്പോ അമ്മുമ്മ 96-97 വയസ്സുണ്ട്. അമ്മമ്മ രാവിലെ കൊണ്ടുവന്ന് അമ്മമ്മയ്ക്ക് പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കണം. എന്നും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രസാദം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതുകൊണ്ട് വെച്ചിട്ട് അപ്പം ചോദിച്ചു, ഞാനൊക്കെ അങ്ങോട്ട് ചെല്ലുകയല്ലേ, എത്ര പ്രാവശ്യം പറഞ്ഞമ്മ നിങ്ങടുത്ത് ആ തോളിൽ മറ്റേ കസവിന്റെ അതെടുത്തിടണമെന്ന് പറഞ്ഞ, എന്താടാ വേലപ്പാ കൊച്ചുമായി വലിയ വർത്താനങ്ങളൊക്കെ പറയണേ. ആലോചിച്ച് നോക്കി, കേട്ടില്ലേ, ഇതാണ് തിരുവനന്തപുരം. ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അവര് ഈ രാജാക്കന്മാരുടെ ഒക്കെ നാടല്ലായിരുന്നു, എളിമയായിട്ടേ സംസാരിക്കൂ. അവിടെ തിരുവനന്തപുരത്തുള്ളവരെല്ലാം ഈ എന്തോട് ഇങ്ങനെ ചോദിക്കും എല്ലാം. അതുകൊണ്ടാണ് ഇത്തിപ്പോരൊക്കെ വന്നത്. ഇത്തിപ്പോരം എന്ത് മ്യൂസിക്കൽ വേടാ അത്, ഇത്തിപ്പോരം. അതേപോലെ ഇവളിപ്പോ പറഞ്ഞ ഇത്രേ ഉള്ളൂ തിരുവനന്തപുരം. നാഗർകോവില് വരെ നമ്മളല്ലായിരുന്നു, അവിടെ തന്നെ ഇല്ലേ കൊട്ടാരവും. അപ്പോ ആ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്നതിൻ്റെതായിട്ടുള്ള ചില വാക്കുകൾ ഇപ്പൊ ഞങ്ങള് ചെന്നൈ ആയപ്പോ മനസ്സിലായി. ഏയ് കണ്ണത്തിലെ ഇറക്കാൻ എന്താ വാളിയും കെടുത്തിട്ടോടാ. വാളി എന്ന് പറഞ്ഞാൽ തൊട്ടിയാണ്. നമ്മളൊരാളിനെ തൊട്ടിയും വിളിക്കുന്നതിന് പകരമാണ് തിരുവനന്തപുരത്താര് വാളി വിളിക്കുന്നത്. വെറും വാളിയാണ്, വെറും തൊട്ടിയാന്ന് പറയുന്നതാ. അപ്പൊ നമ്മള് അതിന്റെ ഒരു ഭംഗിയും ആ ശൈലി ആസ്വദിക്കാതെ പലപ്പോഴും കാസർഗോഡിനെ കളിയാക്കുക, കാഞ്ഞങ്ങാടിനെ കളിയാക്കുക, തിരുവനന്തപുരത്തെ കളിയാക്കുക, കൊച്ചി ഭാഷ വന്നേക്കണാണ് പോയേക്കണാണ് ഇതിനെ കളിയാക്കുക. അപ്പൊ ഇതൊരു നമ്മുടെ കേരളീയരുടെ മാത്രം ആസ്വാദന ഒരു രീതിയാണത്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ കളിയാക്കണ്ട. പ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് വളരെ ഇത് ചീള് കേസക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീള് കേസ് എന്ന് പറയുന്നത് അവിടുന്ന് വരുന്നതാണ്. ആ ചീള് കേസക്ക എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അതായത് ഒരു തടി നമ്മളിങ്ങനെ ചീക എടുത്ത് അതിനകത്ത് അതിന്റെ ഒരു ചീളുണ്ട്, അത്രേ ഉള്ളൂ കാര്യം എന്നുള്ളതാണ്. അപ്പം ആക്സെന്റിനേക്കാൾ കൂടുതൽ അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് കഴിച്ച മക്കളെ നീ വല്ലതും കഴിച്ചാ എന്ത് വയറൊക്കെ ഒട്ടിരിക്കണം, എന്ത് പറ്റി ഇതുപോലെ സംസാരിക്കാം. ഞാൻ ഇതുവരെ മോരുവെള്ളം എടുത്തിട്ട് അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്കറിയില്ല, ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയായിരിക്കും ചേച്ചി. കാരണം
എനിക്കൊക്കെ പണ്ട് ഈ സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് നമ്മളുടെ അമ്മയോ അച്ഛനോ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നം, വേറെ ആരുണ്ടെങ്കിലും കുഴപ്പമില്ല, അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം. അത് എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി സ്വന്തം ഹസ്ബൻഡേ ഈ ഡയറക്ട് ചെയ്യുമ്പോ സ്വന്തം ഹസ്ബൻഡിന്റെ ആക്ഷൻ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് നാണോട് ചളിപ്പുള്ള കാര്യമാണ്, ഇൻഹിബിഷൻ ഉണ്ടായിരുന്ന? അത് എല്ലാരും ചോദിക്കേണ്ടത്, പക്ഷെ ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സിനിമകളും കാണുകയും നേരത്തെ കണ്ടിട്ടുള്ള ആളാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് ഞങ്ങൾ ദമ്പതികളായത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ അവിടെ ഒന്ന് നോക്കി തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഗദ്ദാഫി ചോദിച്ച ചോദ്യത്തിന്, ഞാൻ ഒരു സോക്കോൾഡ് ഒരു നായികയായിട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് പോലും ഒരുപാട് അങ്ങനെ പ്രണയരംഗങ്ങളെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടൊക്കെ മാത്രമേ, ചില സിനിമകളിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സംഗതിയായിട്ട് വന്നത്. അല്ലെങ്കിൽ ഒന്ന് നോക്കി തലകുനിഞ്ഞാൽ പ്രണയം കഴിഞ്ഞു. അല്ല, ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോ വേണമെങ്കിൽ ഒന്ന് തിരിച്ചു വിടായിരുന്നു. വിട്ടില്ല ഞാൻ. കഥ എഴുതുമ്പോഴേ ഒരു ചെറിയ വേണം, ഒരു ഫ്ലാഷ് ബാക്കോ ആളും ഉണ്ട് നമ്മുടെ സിനിമയിൽ, അതിനും പറ്റിയ ആളും ഉണ്ട്. പക്ഷെ ഞങ്ങളൊന്ന് ആലോചിച്ചു എന്ന് ഞാൻ പറഞ്ഞ കട്ട് ചെയ്ത. പേരില്ല, ചേച്ചിക്കും പേരില്ല, എനിക്കും പേരില്ല, ഞങ്ങളാണ് പേര്. മനഃപൂർവ്വമാണല്ലേ സാർ? അമ്മയും മനഃപൂർവ്വമായിരുന്നു. അത് സംശയം എന്താ? ഇതിപ്പോ ഞാൻ ഇടയ്ക്ക് കേട്ടു, അതായത് മറ്റേ കടുവറ എന്നുള്ള അച്ഛൻ്റെ അമ്മയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം കോൺട്രിബ്യൂഷനാ. സത്യേട്ടൻ അങ്ങ് മാറിയിരുന്ന് താങ്കൾക്ക് എന്താ ഇഷ്ടമുള്ള പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുപോലെ ഇതിൽ എന്തെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാനേ അത് എന്നിട്ട് അവളോട് പറയുകയും ചെയ്തു. നമ്മള് ഈ കലേഷും ഇവളും കൂടെ നമ്മുടെ ഒരു സിനിമയിൽ ഒരു വേഷം എടുത്തിട്ട് റിട്ടേൺ ചെയ്തിട്ട് ഒരു സംഭാഷണമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട്, ബാക്കിയൊക്കെ നമ്മളെപ്പോഴും വൈകിട്ട് ചെന്ന് ഡിസ്കസ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ. കലേഷിനറിയാം, ഒരു അടുത്തിട്ട് വന്നിട്ട് രണ്ടടുത്ത് ഉർവശി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലൊരു സിനിമ പണ്ട് ഞങ്ങൾ കൊടൈക്കനാൽ, ഞാൻ അവളോട് ഷൂട്ടിന് പോയി. ഞാനത് നിനക്കൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ആ ക്യാമറയ്ക്ക് ഒറ്റ ടേക്കിൽ ആ ടേക്ക് ശരിയായി. അതിനകത്ത് ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് അവനെ ഇടിയപ്പത്തലയാന്ന് വിളിക്കുന്നുണ്ട്. ബോഡി ഷേമിങ് അല്ല, അവന്റെ മുടി ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നവനെ. ആ എക്സ്പ്രഷൻ എനിക്ക് സത്യത്തിൽ എന്നെ, നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും അവളുടെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഈ റൂമിൽ വെച്ചെന്നിരുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം അവക്ക് ഓർമ്മയില്ല. അയാള് പറഞ്ഞു അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരാള്, അപ്പം വലിയ ഫൈറ്റ് ഒന്നും ചെയ്യാൻ അറിയുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു നിസ്സഹായാവസ്ഥ, എന്ത് പറഞ്ഞാൽ അവനെ ഒന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ നീ പൊടാ ഇടിയപ്പോ തലയാന്നും പറഞ്ഞു ഓടിയത്. പക്ഷെ അത് അപ്പോഴങ്ങ് ചെയ്തു പോയതാ. പക്ഷെ പിന്നെ വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് അല്ല ഇത് അപ്പോ ഇതിനകത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഒരു ടെൻഷനും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാൻ ഇവള് ചെയ്യുമെന്നറിയാം, കലേഷിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പറഞ്ഞ നമ്മളൊന്നും പറയാറില്ല, സംഭാഷണം തന്നെ ഞാൻ ഒന്ന് അവരുടെ ഇഷ്ടത്തിനാണ് അങ്ങനെ. അത് കലേഷിനെ ശ്രദ്ധിച്ചപ്പം നമ്മൾ പറഞ്ഞ ഏതാണ്ടുള്ള രാജാവിന് ഏതാണ്ട് മന്ത്രി എന്ന് പറഞ്ഞ പോലെ രണ്ടും കറക്റ്റ്. കാരണം ഒരു കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇങ്ങനെ പോകുന്നത് ഇവന് ഇത്തിരി ജെന്റിൽ ലുക്കാ ഉള്ളത്, ഒരു മാന്യ ലുക്കാ. ഞാൻ ജീവൻ എങ്ങനെയാണെന്ന് ഇവളിങ്ങനെ പറയുമ്പോൾ എന്ത് പറയും ചോദിച്ചു. അതേ ലെവലിൽ അപ്പോഴെനിക്ക് മനസ്സിലായി ലിങ്ക് നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഒരു സെറ്റായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അഭിനയിച്ച മാത്രമല്ല, ഇപ്പം നമ്മൾ പറയും പറ്റുമെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് ഞാൻ ആ ഷോട്ടിൽ വരുന്നില്ല എങ്കിൽ അങ്ങ് മാറിയിക്കാന്നുള്ളതല്ലോ. എനിക്ക് കലേഷിനെ കുറിച്ച് പറയാനുള്ളത്, ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളോട് നിന്നത് നമുക്ക് മനസ്സിലായ കാര്യം, ഒരു ഷോട്ടിൽ കലേഷില്ല, കലേഷിന്റെ ശബ്ദം പോലും ആ ഷോട്ടിലില്ല. ഉർവശി പറയുന്നുണ്ട്, ഏതോ പറഞ്ഞിട്ട് ഒരേ പിന്നെ അൻവറെ വണ്ടി എടുത്തുകൊണ്ട് പോകും എന്ന് വണ്ടി വന്ന് നിർത്തുന്നു, ഡോറ് തുറക്കുന്നു, അൻവറെ നീ പൊക്കോ, വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നു. ഇതിപ്പുറത്താണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ കലേഷിൻ്റെക്ക് പറഞ്ഞു, കലേഷൻ നീ വേണ്ട, ഡ്രൈവർ ആരെങ്കിലും എടുത്താൽ മതി, നിഴല് പോലും ഇല്ല. ഇല്ല ഏട്ടാ, ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. അത്ര ആത്മാർത്ഥമായിട്ട്. എന്നാൽ ഞാൻ ചോദിച്ചത് അപ്പോ ഞാൻ ക്യാമറ വെച്ചു. അപ്പം ഈ സ്ത്രീകളെ കാണിക്കണം, ക്യാമറ വെച്ച് കറക്റ്റായിട്ട് ആ ക്യാമറയിൽ യഥാർത്ഥത്തിൽ കലേഷിൻ്റെ നിഴലും, അത് കലേഷ് അല്ലെങ്കിൽ അത് വേറെ ആളിനായിട്ട് ചെയ്തെന്ന് തന്നെ പറയും. ആ ഷോട്ട് ഞാൻ കണ്ടു നോക്കിയപ്പോൾ
അനിൽ പോലും പറഞ്ഞ കലേഷില്ലേ കുഴപ്പമില്ല, അനിൽ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. കാരണം ഇത് വലിയ ഫ്രെയിമിലേക്ക് കണ്ടപ്പോൾ കലേഷിൻ്റെ ബാക്ക് തന്നെ ഉണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അത്രയും ദിവസം ഉണ്ടായിരുന്നു, നമ്മളൊരു യാത്രയിലായിരുന്നു. അല്ലാതെ വലിയ കട്ടാക്ഷൻ വലിയ പരിപാടികളൊന്നും, എല്ലാവരും ഒരേ ഗ്രൂപ്പായിട്ട് അവർ ഒരു ഇതുമില്ലാതെ അവരവരുടെ വേഷങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അതായിരുന്നു ഒരു സിങ്ക് ആണ്, ഒരു സിങ്ക് എന്ന് പറയത്തില്ലേ, എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിൽ ഒരു സിങ്ക്, എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് അതങ്ങ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സമയത്തിന്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഉർവശി ഉർവശി എന്നുള്ള സോങ് ഇല്ലേ, ടേക്ക് ഇറ്റ് ഈസി ഉർവശി, അത് ആക്ച്വലി മാമിനെ കണ്ട് എഴുതിയതാണോ വൈരമുത്തു സാർ? അങ്ങനെ മാമിന്റെ പേര് വെച്ച് സത്യം പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വാലി സാറ് ഞാനും തമ്മിൽ എഴുതിയത് വൈരമുത്തു സാറാണ്. ആക്ച്വലി വാലി സാറ് അതിന് മുൻപ് കറവമാട് 3 കാളമാട് പിന്നെ 1 എന്ന് പറഞ്ഞൊരു മകളിർ മട്ടം അതെടുത്തപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ 3 പേരും പാടിക്കൊണ്ട് വരണം. രേവതിയുടെ എടുത്തു, രോഹിണിയുടെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്യണം. കറവമാട് 3 അങ്ങനെ. ഞാൻ പറഞ്ഞു അയ്യേ ആ വാക്ക് ഞാൻ പറയില്ല, ഇത് പെണ്ണുങ്ങൾ സ്വയം പറയൂ കറവമാടാണ്. ചേച്ചി ഞാൻ പറയത്തില്ല എന്ന്. അപ്പൊ ഡയറക്ടർ സംഗീതം ശ്രീനിവാസ റാവു എന്ന് പറഞ്ഞ ഗ്രേറ്റ് ഡയറക്ടറാണ്. അതെന്താന്ന് ചോദിച്ചു, അദ്ദേഹം ബേസിക്കലി തെലുങ്കാണ്. അദ്ദേഹത്തിന്റെ കന്നഡ ഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് കന്നഡ ഫിലിം അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞു സാർ അതെന്ത് വാക്ക്, സാധാരണ ഒരു വീടിന് വേണ്ടി അധ്വാനിക്കുകയും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ചില പെണ്ണുങ്ങൾ, അതൊരു കറവമാട് കടന്ന് കഷ്ടപ്പെടുന്ന, അല്ലാതെ പെണ്ണുങ്ങൾ സ്വയം ഞാൻ കറവമാട് അങ്ങനെ പറയുന്ന വൃത്തികേടല്ലേ, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം കമൽ സാറ് പ്രൊഡ്യൂസർ അതിന്റെ, കമൽ സാറിന്റെ ഫോൺ പോയി. അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ. ഈ ഉർവശി പാടത്തില്ല എന്ന് പറയുന്നു ആ ലൈൻ, അത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നോട്ടെ, ഞാൻ ലിപ് മൂവ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കമൽ സാർ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയുന്നത്, പാടിക്കൊള്ളും. വാലി സാറിനെ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. വാലി സാറിനെ വിളിച്ചു വന്നു ഡയറക്ടർ. അപ്പോൾ ഞാൻ വാലി സാറിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇമ്മ സാർ എന്തിനാ സാർ ആ വാക്ക് അങ്ങനെ പറയുന്നത്, മോശമല്ലേ എന്ന് പറഞ്ഞു. അതാണിത്. അത് അതിന്റെ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞങ്ങളെന്നാണോ നീ വിചാരിച്ചത്, എന്നാൽ ഞങ്ങൾ അങ്ങനെ അല്ല, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അയാൾ ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രയോഗമാണത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞൊരു ജീവിതത്തിൽ ആദ്യമാണ്. MGR സാർ ശിവാജി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്, എഴുതിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ഉർവശി അല്ലാതെ ഈ ജീവിതത്തിൽ എൻ്റെ അടുത്ത് ഒരു ലൈൻ പാടത്തില്ല. എന്താണെന്ന് ചോദിച്ചു. നമ്മൾ സോറി സാർ എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു ചടങ്ങ് വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല, ഈ ഉർവശി കേട്ടിട്ടില്ലായിരുന്നു. ആ പാട്ട് കൊണ്ടാണ് ഹിറ്റായത് ആ പടം. പിന്നെ ലേറ്റായിട്ടാണ് റിലീസായ. അപ്പം ഒരു ഫംഗ്ഷന് വാലി സാറേ ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്നെ അടുത്തിരുത്തി, നിന്നെക്കുറിച്ച് ഒരു പാട്ട് ഞാൻ എഴുതാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് പാട്ട്? വരും നോക്കിക്കോ, ആ പാട്ട് കൊണ്ടായിരിക്കും ആ പടം ഹിറ്റാവാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായ പാട്ടാണോ അത് എന്ന് എന്നിട്ട് വൈരമുത്തു സാറാണ് എഴുതിയത്. വെറുതെ എന്റെ പേര് വെച്ചൊരു പാട്ട് എന്ന സ്വാഭാവികമായിട്ടൊരു ഡിസ്കഷൻ വരുമല്ലോ. ഉർവശി എന്നുള്ള പേര് ഞാനൊരു പാട്ട് എഴുതാൻ പോവാണെന്ന് കൊള്ളാം അതുപോലെ തന്നെ വേണം. കാരണം എല്ലാ ചോദ്യങ്ങളും ചോദിക്കും, കവികളോട് ചോദ്യം ചോദിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് തമാശക്ക്. അങ്ങനെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ് സർ. നമ്മുടെ പഴയ ഒരു ഉർവശിനെ, ഈ പറഞ്ഞ കൊഞ്ചലൊക്കെ ഉള്ള ഉർവശിനെ കാണാൻ വേണ്ടിയിട്ട്. മാം വിഷിംഗ് യു ഓൾ ദി സക്സസ്. നമ്മൾ എക്സൈറ്റഡ് ആണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന സിനിമയാവട്ടെ. ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ അല്ലേ, മറ്റൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.